എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനുഷ്യൻ എന്തിനാണ് മനുഷ്യരുണ്ടാക്കേണ്ട ആവശ്യം? മനുഷ്യനല്ലേ മനുഷ്യനുണ്ടാക്കുന്നത്. എന്തിനാണ് ഉണ്ടാക്കേണ്ട ആവശ്യമെന്ന്, എന്തിനാണ് ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനുണ്ടാക്കണം എന്ന് പറയുന്ന പ്രശ്നം അവരുടെ മുന്നേ വരുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ തന്റെ ചോദ്യവും തന്റെതാണ്. ഒരു ശാസ്ത്രജ്ഞന് ഇങ്ങനെ ഒരു ചോദ്യം ഇല്ല. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവരാരും മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ചുമ്മാ പുല്ല് പോലെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. വേസ്റ്റ് ആണ്. തന്നെ പോലുള്ള വേസ്റ്റുകൾ എന്തിനാണോ ഉണ്ടാക്കുന്നത്? അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? എന്ത് കാരണം കൊണ്ടുണ്ടാക്കി? എങ്ങനെ ഉണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല. ഈ ആദവും ഹവ്വയും എങ്ങനെ ഉണ്ടായി? ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. കഥയ്ക്കകത്ത് മാത്രം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എങ്ങനെയാ ജീവൻ ഉണ്ടായത്? ജീവൻ ഉണ്ടാവണ്ടേ? അത് ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായതിനെ പറ്റിയാ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അതൊന്നും വേണ്ട, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? എന്തോ എങ്ങനെ കഴിഞ്ഞ അവിടുത്തെ പോലെ കുഴപ്പമുണ്ടാവും പേടിച്ചിട്ടാണോ? പേടിക്കണ്ട. സ്വാഭാവികമായിട്ട് ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിലും ആദവും ഹവ്വയാണ് ആദ്യത്തെ രണ്ട്, ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്ന രീതിയിലാണ് വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതുണ്ടല്ലോ, ജീവൻ ഉണ്ടാവുകയാണെന്നല്ലേ സാറ് പറയുന്നത്? ജീവൻ ഉണ്ടാവുകയാണ്. നമ്മുടെ ഇത്ര കാലഘട്ടത്തിലുള്ള നമ്മുടെ ജീവിത രീതിയോ അല്ലെങ്കിൽ ജീവിത ഇതും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പുരുഷനും ചേർന്നാൽ ഒരു ജീവൻ ഉണ്ടാവില്ല. ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് അവരുടെ കൃത്യമായിട്ടുള്ള ആ ബീജങ്ങൾ തമ്മിൽ ചേർന്നാൽ മാത്രമേ പുതിയൊരു ജീവൻ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ എങ്ങനെയായിരിക്കും? പുതിയ ജീവൻ ഉണ്ടായിട്ടില്ല. ജീവൻ ഉണ്ടാവുന്നു കൂട്ടെ, പുതിയത് വേണ്ട, ജീവൻ തുടരുന്നു. ഓക്കെ, ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഓക്കെ, ജീവൻ തുടരുന്നു. ജീവൻ ഈ താൻ പറയുന്ന ആണിലും താൻ പറയുന്ന പെണ്ണിലും തുടരുക മാത്രം. ഓക്കെ. അപ്പൊ ഈ ആദവും ഹവ്വയും എങ്ങനെ ഉണ്ടായി? എങ്ങനെയാ ജീവൻ ഉണ്ടായത്? ജീവൻ ഉണ്ടാവണ്ടേ? അത് ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായതിനെ പറ്റിയാ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അതപ്പോ ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു കൈവതം നാറ്റുകരുത്. ശ്രദ്ധിച്ചു. ഞാൻ ഈ പറയുന്നത് പലതരം. ഞാൻ എങ്ങനെയാണ് വെള്ളം രൂപപ്പെടുന്നത്? അതൊന്നും വേണ്ട, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ എങ്ങനെ മനുഷ്യനുണ്ടായി? ഞാൻ പറഞ്ഞു മനുഷ്യനല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെ അപ്പൊ ഇയാള് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മനുഷ്യനല്ലാതാവും. രാവിലെ ഞാൻ പോരത്തമ്മ കെട്ടിയെടുത്തോളൂ, പൂവും കായും. അല്ല, സാറും മനുഷ്യനെ, ഞാൻ അപ്പൊ പിന്നെ കോമൺ ആണ്. അപ്പൊ കോമൺ ആയില്ലേ? അങ്ങനെ കോമണാലിറ്റി പോയി വരുമ്പോൾ ആ കോമൺ അല്ലാതിരിക്കുന്ന വ്യത്യാസങ്ങളോടിരിക്കുന്നതിനെയാണ് പൊതുപൂർവികൻ എന്ന് നമ്മൾ പറയും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്ന സകല കുരങ്ങുകൾക്കും മനുഷ്യർക്കും പൊതുപൂർവികൻ ഉണ്ടാവും. ആ പൊതുപൂർവികനിൽ നിന്ന് വ്യത്യസ്തതകൾ ആർജിക്കുന്നത് വഴിയാണ് അല്ലാതെ കുരങ്ങല്ല മനുഷ്യനാകുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. അപ്പൊ സാറ് പറയുന്ന ഈ മനുഷ്യോൽപത്തിയുടെ തുടക്കം എങ്ങനെയാ? അങ്ങനെ ഞാൻ പറഞ്ഞ ഉൽപ്പത്തി എന്ന് പറയുന്ന വാക്കൊക്കെ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇയാൾക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്. പരിണാമപരമായി നിരന്തരം. ഞാൻ പറഞ്ഞില്ലേ, തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെയാണോ ഇരുന്നത്? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. അപ്പൊ അത്ര ലളിതമല്ലേ ഇത്? അപ്പൊ പിന്നെ അതിനുശേഷം ഉണ്ടായ ലളിതമാകുന്ന ചോദിക്കുന്നു. ഇപ്പൊ എന്തായി? ഇതൊന്നും ശരിയാവുന്ന എനിക്കും അഭിപ്രായമില്ല. താൻ അതിനകത്തൊരു എന്ത് കുറ്റം ചെയ്തിട്ടാ എന്നിട്ട് ഇങ്ങനെ തല്ലിച്ചറക്കണേ? അല്ല, തനിക്ക് മാത്രമല്ല ജീവനുള്ളത്, അണ്ടത്തിനും ബീജത്തിനും ജീവൻ. തന്റെ അച്ഛന്റെ അമ്മയുടെ ജീവനല്ലത്. പക്ഷേ പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോഴും ചോദ്യം ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ സാർ. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ഒരു ജീവൻ ഉണ്ടാകുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. വേണ്ട, അതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത്. ജീവൻ ഞാൻ പറഞ്ഞില്ല, ഇയാള് ഈ അല്ലാതെ എങ്ങനെയാ ജീവൻ ഉണ്ടാകുന്നത്? അതാണ് ജീവൻ ഉണ്ടാകുന്ന ശിശുക്കൾ അങ്ങനത്തെ അതല്ല. ബാക്ടീരിയ ഉണ്ടാകുന്നത് ജീവൻ അണ്ടവും ബീജവും വേണമല്ലോ. വേണ്ട, നിർത്തി അവമാനിക്കുവാണെന്ന്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇയാൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ശ്രദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ഇപ്പൊ ചോദിക്കത്തില്ല. എന്നിട്ട് പോവാ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ, എണീക്കാനല്ലേ പറഞ്ഞത്? എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ തോന്നുന്നുണ്ട്. രണ്ട് ജീവൻ ഉണ്ടാകുന്നതിന് രണ്ടുപേര് ചേരേണ്ട കാര്യമില്ലാത്തതാണ് ബാക്ടീരിയ രണ്ടാവുക ചെയ്യുന്നത്. അത് സാർ വിശ്വസിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരുന്ന? മനുഷ്യനില്ല അപ്പോഴും. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഈ അറിവില്ലാത്തവരുടെ
ചോദ്യമാണത്. എന്റെ സമനില തെറ്റിയിരിക്കുക. ദേഷ്യം വന്ന് ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കെന്നെ അറിയില്ല. അങ്ങനല്ലത്. പക്ഷേ നമ്മൾ ലോജിക്കായിട്ട് ഒരു ഉത്തരം സാർ തരുന്നില്ല. ഞാനത് അത് ഇയാളുടെ ബോധ്യം, ഈ മറ്റു ബോധ്യം നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ മനുഷ്യനുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇയാൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. തുടർച്ചയാണുള്ളത്, നിരന്തരമായ മാറ്റമാണുള്ളത്. മാറുന്നതിനകത്ത് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ കാറ്റഗറി കൊണ്ടാണ്. അല്ല, ആ നിരന്തരമായ മാറ്റം അത് പറയാൻ സമ്മതിക്കത്തില്ല. ശരിയാവൂല. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. ചോദ്യം കൂടി, നിരന്തരമായ മാറ്റം എന്തുകൊണ്ട് ഇപ്പൊ ഉണ്ടാകുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഇയാൾ നിരന്തരം ഇയാൾ ഇങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ പുതിയൊരു കുട്ടി ഉണ്ടാവണമെങ്കിൽ, ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അച്ഛനും അമ്മയും ചേർന്ന് തന്നെ ഇപ്പോഴും കൊച്ചുണ്ടാവും. അതായത് സ്ത്രീയും പുരുഷനും ചേർന്നല്ലേ ഒരു കുഞ്ഞുണ്ടാവുന്നത്. എന്ത് ചെയ്യും? ഞാൻ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ജീവൻ തുടരുകയാണ് ചെയ്യുന്നത്, തന്റെ അമ്മയുടെ രൂപത്തിലും അച്ഛന്റെ രൂപത്തിലും. അപ്പോഴും ആത്യന്തികമായിട്ട് ഇതിനകത്ത് വേണ്ട എന്താ? അണ്ടവും ബീജവും അല്ലേ? അല്ല, അതിന്റെ പുരുഷനും സ്ത്രീയും വേണ്ട. അല്ല, അപ്പൊ അങ്ങനെ രണ്ടുപേരുണ്ടായ ചോദ്യം ഞാൻ പറഞ്ഞ അത് ആത്യന്തികമായ ചോദ്യം. സാർ ഇപ്പൊ പറഞ്ഞു വെച്ചെടുത്ത് തന്നെ നമ്മൾ എന്തൊരു കഷ്ടമാണ്. നീ ധാരാവി കേട്ടണ്ട. കോശം, തന്റെ ശരീരത്തിലിരിക്കുന്ന ഒരു കോശം തനിക്ക് കാണാൻ കഴിയില്ല, അത്രയും ചെറുതാ. അത്രയും മനസ്സിലാവും. അങ്ങനെ 37 ട്രില്യനോ അങ്ങനെയാണ് അത് ഞാൻ എന്ന് പറയാനൊക്കെ പറയാൻ ഇയാൾക്ക് ഒന്നും അറിഞ്ഞൂടാ. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ വെറുതെ പറയല്ലേ, ഒന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത്. എങ്കിലും സാറ് ഞാൻ പറയുന്നത് അത്രയും കോശത്തിനും ജീവനുണ്ടെന്ന് അറിയണം. ഉണ്ടെന്നെല്ലാം ഞാൻ അംഗീകരിച്ചു. ഇല്ല, എന്റെ ലോജിക് ക്വസ്റ്റ്യൻ, അതായത് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. എന്റെ ലോജിക് ക്വസ്റ്റ്യൻ, അതായത് കോശവും എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴും എന്റെ ചോദ്യം അവിടെ ഇങ്ങനെ തന്നെ നിൽക്കുക. അതായത് ഒരു സ്ത്രീയുടെ മനുഷ്യോൽപത്തിയുടെ കാര്യം തന്നെ പറയുന്നത്. ഒരു സ്ത്രീയുടെ അണ്ടമോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ബീജമോ തമ്മിൽ ചേർന്നിട്ടുള്ളൂ ഒരു ഇതുണ്ടാകുന്ന സാധനം ഒരു സംശയമില്ലല്ലോ. എനിക്ക് സംശയമില്ല എന്നുള്ളതല്ല, അങ്ങനെ അല്ലെന്ന് അറിയാവുന്നുണ്ട്. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം.